ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ചരിത്രമാണ് ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം. അദ്ദേഹം തൻ്റെ അരികിലുള്ള പണ്ഡിതന്മാരോട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നിങ്ങളിടക്കൊക്കെ എന്നെ ഉപദേശിക്കണം. കുറേ വാചകങ്ങളിലല്ല, ചെറിയ വാചകങ്ങളിൽ. ഒരിക്കലൊരു പണ്ഡിതൻ ഹാറൂൺ റഷീദിനോട് ചോദിക്കുന്നുണ്ട്, 22ഓളം വരുന്ന രാജ്യങ്ങളുടെ ഭരണം അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാറൂൺ റഷീദിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ദിവസം നന്നായിട്ട് ദാഹിക്കുകയാണ്, ഒരു നിലക്കും വെള്ളം കിട്ടുന്നില്ല. ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം കൊടുത്താൽ നിങ്ങൾക്ക് വെള്ളം തരാം. നിങ്ങൾ എന്ത് ചെയ്യും? ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതനും ഖലീഫയും മറുപടി പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി കൊടുത്തിട്ടാണെങ്കിലും ഞാൻ വെള്ളം കുടിക്കും. പണ്ഡിതൻ രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിച്ചു, ഒരു നിലക്കും അത് പുറത്തു പോകുന്നില്ല. അപ്പോഴാണ് വൈദ്യം പറയുന്നത്, നിങ്ങളെ രാജ്യത്തിൻ്റെ പകുതി കൊടുത്താൽ നിങ്ങളെ ശരീരത്തിലുള്ള വെള്ളം നമുക്ക് പുറത്താകാനുള്ള വഴി കണ്ടെത്താം. നിങ്ങളെന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി വെള്ളം കൊടുത്തിട്ടാണ്, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ ശരീരത്തിന് ആശ്വാസം കിട്ടുമെങ്കിൽ ഞാനത് ചെയ്യും. ആ പണ്ഡിതൻ ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹാറൂൺ റഷീദിനോട് പറയുന്നു, ദുനിയാവ് എന്ന് പറയുന്നത് 22 രാജ്യങ്ങളെ ഭരിക്കുന്ന ഒരു ഖലീഫ എന്ന് പറയുന്ന നിങ്ങൾ അറിയേണ്ടത്, ഈ ദുനിയാവിനും ഈ ദുനിയാവിലെ സുഖങ്ങൾക്കും ഈ വെള്ളത്തിൻ്റെ വില പോലുമില്ല. ഹാറൂൺ റഷീദിൻ്റെ കണ്ണു തുറപ്പിച്ചൊരു ചരിത്രമായിരുന്നു.